ഹായ് എവരിവൺ, വേദഗണിതം വേദിക് മാത്സിൻ്റെ 46-ാം അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഒരു അധ്യായത്തിൽ പറയാൻ പോകുന്നത് ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 19 ആണ്. 19ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ. ഇപ്പോൾ ഒരു നമ്പറിന് 19 കൊണ്ടോ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷോർട്ട് കട്ടോ മെത്തേഡ്. അപ്പോൾ ഞാനിവിടെ എഴുതിയിരിക്കുന്ന 3 ഡിജിറ്റ് നമ്പറാണ്. അപ്പോൾ 4 ഡിജിറ്റും ഒക്കെ എക്സാമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഒരു നമ്പർ വന്നു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 19 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ യൂണിറ്റ് പ്ലേസിന് 2 ഉണ്ട്, അതിൻ്റെ ഡബിൾ അല്ലേ, യൂണിറ്റ് പ്ലേസിൻ്റെ ഡബിൾ കണ്ടുപിടിക്കുക. അത് ബാക്കിയുള്ള നമ്പറുമായിട്ട് അതായത് ബാക്കിയുള്ള ഡിജിറ്റ്സുമായിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ABC ആണ് നമ്പർ, യൂണിറ്റ് ഡിജിറ്റ് സി ആണ്, സീനെ ഡബിൾ കാണാം, C×2. അത് കഴിഞ്ഞിട്ട് അത് AB ആയിട്ട് ആഡ് ചെയ്യാം. ആ ആഡ് ചെയ്താൽ കിട്ടുന്ന നമ്പർ ഡിവിസിബിൾ ബൈ 19 ആണെങ്കിൽ നമുക്ക് പറയാം ടോട്ടൽ നമ്പർ ഡിവിസിബിൾ ബൈ 19 ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ എക്സാമ്പിൾ നോക്കാം. 247 ഡിവിസിബിൾ ബൈ 19 ഓർ നോട്ട്. അപ്പോൾ ചെയ്യേണ്ടത് എന്താണ്? 247 ആണ് നമ്പർ. നമ്മൾ ചെയ്യേണ്ടത് 24 + 7 × 2. ഓക്കെ, 24 + 7 × 2 യൂണിറ്റ് പ്ലേസിൻ്റെ ഡബിൾ ബാക്കിയുമായിട്ട് ആഡ് ചെയ്യാം. ഇപ്പോൾ 24 + 2 × 7 × 2 14 ആണ്. ഓക്കെ, അപ്പോൾ 24 + 14 എന്ന് പറയുന്നത് 38 ആണ്. നമുക്കറിയാം 38 ഡിവിസിബിൾ ബൈ 19 ആണ്. 19 × 2 ആണ് 38. അപ്പോൾ നമ്പർ ഡിവിസിബിൾ ബൈ 19 ആണ്. Therefore 247 ഈസ് ഓൾസോ ഡിവിസിബിൾ ബൈ 19. അല്ലേ, ഇത് എന്താണെന്ന് പറയാം, നമുക്ക് 19നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന, അല്ലെ 19 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഒരു എക്സാമ്പിൾ കൂടെ ചെയ്യാം. 6897 ഒരു 4 ഡിജിറ്റ് നമ്പറാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 19 ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇപ്പോൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ 7 ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? 689 + 2 × 7 യൂണിറ്റ് പ്ലേസിൻ്റെ ഡബിള് ബാക്കിയുള്ള നമ്പറുമായിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 689 + 14 ആണ് അല്ലേ ആഡ് ചെയ്താൽ കിട്ടുന്നത്. അപ്പോൾ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നമ്പർ 3 9 + 1 10 703 കിട്ടും അല്ലേ. അപ്പോൾ ഇതൊരു 3 ഡിജിറ്റ് നമ്പറാണ്. അപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇതേ റൂള് തന്നെ ഒന്നുകൂടെ യൂസ് ചെയ്യാം. ലാസ്റ്റ് 2 ഡിജിറ്റ് എന്താണ്? 70 ആണ് അല്ലേ. 70 + 2 × ഡബിൾ 2 × 3 ചെയ്യാം. അപ്പോൾ 70 + 2 × 3 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? 2 × 3 6 ആണ്. 70 + 6 = 76 കിട്ടും. നമുക്കറിയാം 76 ഈസ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 19 ആണ് അല്ലേ. 19 × 4 ആണ് 76. 19 × 4 76 ആണ്. അപ്പോൾ 76 കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 19 ആയതുകൊണ്ട് എന്ത് പറയാം, നമുക്ക് ഈ ഒരു നമ്പറും കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 19 ആണെന്ന് പറയാം. അപ്പോൾ കാൽക്കുലേഷൻ ഈ ഒരു രീതിയിൽ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് 2 ഡിജിറ്റ് കിട്ടുന്നത് വരെ ചെയ്യാം. അപ്പോൾ 2 ഡിജിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് 19 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യാം. കാരണം ഇത് നോക്കുന്നത് നമ്മൾ 3 ഡിജിറ്റും അതിന് മുകളിലുള്ള നമ്പേഴ്സും ആണ്. ഓക്കെ, 2 ഡിജിറ്റ് നമ്പർ കിട്ടുന്നത് വരെ നമ്മൾ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ 2 ഡിജിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ നമ്പർ എന്താണോ നോക്കുക, 19 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക, കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ നോക്കുക. ആണെങ്കിൽ ആ ടോട്ടൽ നമ്പറും എന്തായിരിക്കും? കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 19 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് 19ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ മറ്റൊരു ട്രിക്കുമായി വരാം. ടിൽ ദെൻ ബൈ.